ഹായ്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ തോരനിലേക്കുള്ള തേങ്ങയാണ് ഇനി വേണ്ടത്. ആ തേങ്ങ ചെറിയ ഉള്ളിയും കരിവേപ്പിലയും കുറച്ച് ചെറിയ ജീരകവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇതിലും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് വെന്തിരിക്കുന്ന കഷ്ണത്തിലേക്ക് ചേർത്ത് വലിയിച്ചെടുത്ത് കഴിഞ്ഞാൽ തോരൻ റെഡി. ഇനി സാമ്പാർ നോക്കാം. കൊത്തമരക്ക ഇട്ട സാമ്പാറിന് ടേസ്റ്റ് കൂടും കേട്ടോ. അതുപോലെ ക്യാരറ്റ്. ഇനി ഇത് രണ്ടും കൂടാണ്ട് ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് 3 സാധനം മെയിനായിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മുരിങ്ങക്കായും അതെ. പക്ഷെ സവാളയ്ക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. സവാള ചേർക്കണമെന്നേ ഇല്ല. അപ്പം അടുത്ത ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതും കൂടിയാണ് കേട്ടോ, നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ മെയിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ അടിപൊളിയായിരിക്കും. പിന്നെ വെണ്ടയ്ക്ക പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം സാമ്പാറിൽ വെണ്ടയ്ക്ക പ്രധാനമാണ്. തക്കാളിയും വലിയ കൂടുതലായിട്ടൊന്നും വേണമെന്നൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കഷ്ണമൊക്കെ ചേർത്താലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, ഈ കൊത്തമ്പരയും വഴുതനയും പ്രധാനമാണ്. അതൊന്നും ചേർത്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ചേർക്കുന്ന ഒരു സാധനമാണ് പച്ചമുളക്. 2-3 പച്ചമുളക് സാമ്പാറിൻ്റെ അളവനുസരിച്ചിട്ട്
അവിടെ കഷ്ണം വേകുന്ന സമയത്ത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് കീറിയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കഷ്ണം വേവിക്കുമ്പോൾ ചേർക്കുന്നില്ല, അല്ലാതെ ചേർക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതായത് ഈ വഴുതനങ്ങയും വെണ്ടയ്ക്കും ഒന്നും നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടിട്ട് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കരുത്. മറ്റ് കഷ്ണങ്ങൾ എന്തുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കരുത്. അപ്പോൾ അല്ലാതെ എങ്ങനെ ചേർക്കാൻ നോക്കാം. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആകും, ഉടയില്ല. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പും പിന്നെ സവാളയൊക്കെ വെന്തിരിപ്പുണ്ട്. പിന്നെ അതിലേക്ക് പുളി ചേർക്കണം, സാമ്പാർ പൊടി ചേർക്കണം. അപ്പോൾ സാമ്പാർ പൊടി ഇതുപോലെ ചേർത്തോളൂ കേട്ടോ. ഇങ്ങനെ ചേർത്താൽ എന്താ ഗുണമെന്നറിയോ? കട്ട കുത്തില്ല. നമ്മൾ സാമ്പാറിലേക്ക് നേരിട്ട് ഇട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കഷ്ണങ്ങളും ഉടയും. പിന്നെ എത്രയായാലും കട്ടയായിട്ട് കിടക്കുന്നുണ്ടാകും. കുറച്ചൊന്ന് ഇളക്കി പാടുപെടണം ഇതിനെ ഒന്ന് ലൂസാക്കി, അതായത് യോജിപ്പിച്ച് വരാൻ. അപ്പോൾ അതിൽ എളുപ്പ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് പുളി ചേർക്കണ്ടേ. അപ്പോൾ ആ പുളി വെള്ളത്തിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പാകത്തിന് വെള്ളം ചേർത്താൽ നമ്മുടെ സാമ്പാർ പൊടി ഇത് എത്ര പെട്ടെന്നാന്ന് നോക്കൂ ലയിച്ച് ചേർന്നേ. ഇനി അപ്പോൾ ഞാൻ ഇതിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ കട്ട് വെക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഇനി കടുക് വറുക്കാൻ തുടങ്ങാം. കടുക് വറുക്കാനായിട്ട് കടുകും ഉലുവയും വറ്റൽമുളകും അതുപോലെ തന്നെ കരിവേപ്പിലയും നിർബന്ധമായിട്ടും വേണം കേട്ടോ. പിന്നെ നമ്മുടെ കഷ്ണങ്ങൾ ഉടയാതെ ചേർക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോഴേക്കും അതിൽ 2 പച്ചമുളകും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ കടുകിൻ്റെ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി ചെറുതീര് വഴറ്റി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ അതുപോലെ തന്നെ കിടക്കും. ടേസ്റ്റ് സാമ്പാറിന് അടിപൊളിയായിട്ട് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കായം പൊടിയും കൂടെ അങ്ങോട്ട് ഇടണം. അപ്പോൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.